2025 സാമ്പത്തിക വർഷത്തിൽ അമേരിക്കയിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 28% കുറവാണ് മാർച്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ? വിസ നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പഠന ചിലവ് വർദ്ധിക്കുന്നതും ജോലി ലഭ്യതക്കുറവുമാണ് പ്രധാന കാരണങ്ങളായി കഴിഞ്ഞ ദിവസം ഹിന്ദു ബിസിനസ് ലൈൻ പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. US ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ കണക്കനുസരിച്ച് 2024 ജൂലൈയിൽ 3.5 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2024 ഓഗസ്റ്റിൽ ഇത് 2.5 ലക്ഷമായി കുറഞ്ഞു. അതിനുശേഷം ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോഴും ഈ കണക്ക് 2.5 ലക്ഷത്തിന് അടുത്ത് തന്നെയായി തുടരുകയാണ്. OPT അഥവാ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം നിർത്തലാക്കാൻ US കോൺഗ്രസിൽ ബിൽ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് വലിയ ചർച്ചയാകുന്നത്. പഠനം കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികൾക്ക് 3 വർഷം വരെ US ജോലി ചെയ്ത് പരിചയം നേടാനുള്ള അവസരമാണ് OPT പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. ഫെയർനെസ് ഫോർ ഹൈ സ്കിൽഡ് അമേരിക്കൻ ആക്ട് 2025 എന്നാണ് OPT പ്രോഗ്രാം നിർത്തലാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ബില്ല് അറിയപ്പെടുന്നത്. OPT പ്രോഗ്രാമിലൂടെ അമേരിക്കൻ ബിരുദധാരികൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്ക് അനർഹമായി ലഭിക്കുന്നു എന്നാണ് ബില്ല് വാദിക്കുന്നത്. ട്രംപ് അധികാരത്തിലെത്തിയതോടെ ചില വിദ്യാർത്ഥികളെ US നിന്ന് തിരിച്ചയച്ചതും വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതും F1, M1 തുടങ്ങിയ വിസ ഉടമകളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ട്യൂഷൻ ഫീസ് ക്രമാതീതമായി കൂടുന്നത് വിദ്യാർത്ഥികളുടെ വരവിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ്. പലപ്പോഴും മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക് സ്കോളർഷിപ്പുകൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ അത് വളരെ കുറഞ്ഞ തുകയുമായിരിക്കും. ആ തുക കൊണ്ട് മാത്രം വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അമേരിക്കയിൽ ജോലി ലഭിക്കുന്നതിനും ഇപ്പോൾ അത്ര എളുപ്പമല്ല. വിസ ലഭിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ പല കമ്പനികളും വിദേശികളെ ജോലിക്കെടുക്കാൻ മടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 1000-ലധികം കമ്പനികളിൽ അപേക്ഷിച്ചിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. മറ്റൊരു കാര്യം, അമേരിക്കയിൽ ഒരുതരം പ്രതികൂലമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പലരും അമേരിക്ക വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകാൻ തീരുമാനിക്കുകയാണ്. ചില വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളെക്കുറിച്ചും ബിസിനസ് ലൈൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് നല്ല ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചതാണ്. പക്ഷേ അവിടെ ജോലി കിട്ടുന്ന സാഹചര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് അയാൾ ജർമ്മനിയിൽ പോയി പഠിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അമേരിക്കയിലുള്ള ഈ വിദ്യാർത്ഥിയുടെ സീനിയേഴ്സ് പോലും ജോലിയില്ലാതെ വിഷമിക്കുന്നത് കണ്ടതോടെയാണ് ഇയാൾ തീരുമാനം മാറ്റിയത്. അമേരിക്കയിൽ മാസ്റ്റേഴ്സിന് പോകാൻ തീരുമാനിച്ചിരുന്ന മറ്റൊരു വിദ്യാർത്ഥി വിസയുടെ കാര്യത്തിലും അവിടുത്തെ സുരക്ഷാ സാഹചര്യങ്ങളിലും സംശയമുള്ളത് കൊണ്ട് തന്നെ ജർമ്മനിയിൽ പോയി പഠിക്കാനാണ് തീരുമാനിച്ചത്. അമേരിക്കയിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത് തനിക്ക് നാട്ടിലേക്ക് പോകാൻ പേടിയാണ് എന്നാണ്. നാട്ടിലേക്ക് പോയാൽ വീണ്ടും അമേരിക്കയിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാത്തതാണ് ഇയാൾ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരും പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ്. ഭരണകൂടം കൊണ്ടുവരുന്ന നിയമങ്ങളിലും നിയമമാറ്റങ്ങളിലും കൂടുതൽ വ്യക്തത ഉണ്ടായാൽ ഒരുപക്ഷെ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായേക്കാം എന്നും അവർ വിലയിരുത്തുന്നുണ്ട്. OPT നിർത്തലാക്കാനുള്ള ബിൽ ഇപ്പോഴും ആദ്യഘട്ടത്തിലാണെന്നും നിയമം പാസ്സായാൽ തന്നെ അത് പുതിയ OPT എടുക്കുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നുമാണ് മുംബൈയിലെ ഇമിഗ്രേഷൻ നിയമ സ്ഥാപനമായ ലോക്കസ്റ്റ് സ്ഥാപകയും മാനേജിംഗ് പാർട്ണറുമായ പൂർവി ചോത്താനി പറയുന്നത്. അമേരിക്കയിൽ പ്രസിഡന്റ് മാറുമ്പോൾ ഇത് സാധാരണയായി കാണുന്ന ഒരു പ്രവണതയാണെന്ന് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ സ്ഥാപകനായ അക്ഷയ് ചതുർവേദിയും വ്യക്തമാക്കി. ജർമ്മനി, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ STEM വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇഷ്ടസ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 15% മുതൽ 20% വരെ വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചു എന്നും ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുമാണ് ട്രാവൽ ഏജന്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സതേൺ ചാപ്റ്റർ ചെയർപേഴ്സൺ ദേവകി ത്യാഗരാജൻ വ്യക്തമാക്കുന്നത്. വിസ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട്, കൂടിയ ചിലവ്, കുറഞ്ഞ ജോലി സാധ്യത എന്നിവയാണ് വിദ്യാർത്ഥികൾ US പോകാതിരിക്കാൻ പ്രധാന കാരണങ്ങളെന്ന് എവറസ്റ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള സീനിയർ അനലിസ്റ്റ് അമിത് ആനന്ദ് പറയുന്നു. ഇത് ഒരു താൽക്കാലിക മാറ്റം മാത്രമാണെന്നും ടെക് കമ്പനികൾ കൂടുതൽ പേരെ നിയമിക്കാൻ തുടങ്ങുകയും പഠനശേഷം ജോലി ചെയ്യാനുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ ഈ സ്ഥിതി മാറാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2017-2020 കാലഘട്ടത്തെ 1ാം ട്രംപ് ഭരണകാലത്തും ഇതുപോലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ OPT പ്രോഗ്രാമിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, വിസ നിയമങ്ങൾ കർശനമാക്കുന്നത്, പഠന ചെലവ് കൂടുന്നത്, ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ കാരണങ്ങളാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നതിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാറ്റം താൽക്കാലികമായിരിക്കാമെന്നും അമേരിക്കയുടെ പുതിയ നിയമങ്ങളിൽ വ്യക്തത വരികയും ജോലി സാധ്യത കൂടുകയും ചെയ്താൽ ഒരുപക്ഷെ ഈ സ്ഥിതിക്ക് മാറ്റം വരാം എന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ജർമ്മനി, അയർലൻഡ് പോലുള്ള രാജ്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഇഷ്ടകേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്.
നന്ദി.